നമസ്കാരം. കഴിഞ്ഞ 4 ദിവസങ്ങളായി തുടർച്ചയായി മംഗൽപാടി പഞ്ചായത്തിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വയനാട് ദുരിതബാധിതർക്കായി സമാഹരിച്ച സാധനങ്ങളൊക്കെ മറിച്ച് വിൽറ്റു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഭാഷ്യം. എന്നാൽ അങ്ങനെയല്ല. 2024 നവംബർ 24 തീയതി തന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വയനാട് എത്തിച്ചു എന്നും ആ വയനാട് എത്തിച്ചതിന് ശേഷം ലഭിച്ച സാക്ഷ്യപത്രം, അതായത് വയനാട് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാക്ഷ്യപത്രവും ഒരു ഗ്രൂപ്പ് ഫോട്ടോവും, വളരെ ചങ്കൂറ്റത്തോടെയാണ് ഇവർ നവംബർ 24 തീയതി സാധനങ്ങൾ കൈമാറിയെന്ന് പത്രസമ്മേളനത്തിലൂടെ അവകാശപ്പെട്ടത്. എന്നാൽ അങ്ങനെയല്ല. ഡിസംബർ 29 തീയതി ഞായറാഴ്ച പുലർച്ചെ നടത്തിയ നാടകങ്ങളിലൂടെയാണ് ഈ സാക്ഷ്യപത്രവും ഈ ഫോട്ടോവും അവർ സംഘടിപ്പിച്ചതെന്ന് ഞങ്ങൾ ഇതിനു മുമ്പത്തെ വാർത്തയിൽ തന്നെ നൽകിയതായിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു മഞ്ചേശ്വരത്തെ അബ്ദുള്ള, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുള്ള, ഷെരീഫ്, മജീദ് പച്ചമ്പളം, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ 4 പേർക്ക് ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഈ നാടകങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ വാർത്തയിലൂടെ നിങ്ങളെ കൃത്യമായി തന്നെ അറിയിച്ചു. അതായത് നിങ്ങൾ മേപ്പാടി പഞ്ചായത്തിൽ 29 തീയതി കൊടുത്ത സാധനങ്ങൾ ആ പഞ്ചായത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ സാധനങ്ങളടക്കമുള്ള ഫോട്ടോ ഞങ്ങൾ കഴിഞ്ഞ വാർത്തയിൽ പുറത്തുവിട്ടു. എന്നിട്ടും ചില നേതാക്കൾക്ക് അഹങ്കാരം തീരുന്നില്ലെന്ന്. നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത് പുറത്തു കൊണ്ടുവരലാണ് ഞങ്ങളുടെ ജോലി. അത് ജനങ്ങളെ അറിയിക്കലാണ് ഞങ്ങളുടെ ജോലി. അത് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ മുട്ടുകാൽ തല്ലി ഓടിക്കും, ഞാൻ കാശ് ചോദിച്ചു എന്നാക്കും. പച്ചപ്പട എന്ന ഗ്രൂപ്പിലാണ് ആദ്യമായി ഷുക്കൂർ ചാ എന്ന ആളോട് ഞാൻ കാശ് ചോദിച്ച് നൽകാത്തത് കൊണ്ടാണ് മംഗൽപാടി പഞ്ചായത്തിൻ്റെ വാർത്ത ഞങ്ങൾ നൽകിയതെന്ന് അവകാശപ്പെട്ട് പച്ചപ്പട എന്ന ഗ്രൂപ്പിലാണ് ആദ്യം ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊക്കെ നിങ്ങൾ വല്ല കുട്ടികളോടും പോയി കാണിക്കും, അല്ല പുതുമുഖങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി കളിക്കും. 10-12 വർഷമായി ഈ മേഖലയിൽ അന്ന് മുതൽ കേൾക്കുന്ന ആരോപണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് വഴിക്ക് പോട്ടെ. എന്നിട്ട് ഇന്നലെ രാത്രി പാതിരാത്രിക്കൊക്കെ വീണ്ടും വെല്ലുവിളി. ബുർഹാന് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. നമ്മൾ വേണ്ട, പോട്ടെ, വേണ്ട, ഇത്രയും പറഞ്ഞല്ലോ, മതിയാക്കാം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ ഈ കുത്തിത്തിരിപ്പ്. എന്നാൽ കാണുക, മേപ്പാടി പഞ്ചായത്തിലേക്ക് 29 തീയതി മംഗൽപാടിയിലെ പ്രതിനിധികൾ എത്തുന്ന കാഴ്ച. ആ ദൃശ്യങ്ങൾ കാണുക. ആ ദൃശ്യങ്ങൾ ജനങ്ങൾ കാണുക. ആരാണ് കള്ളം പറഞ്ഞത്? ബുർഹാനാണോ, മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റും മജീദ് പച്ചമ്പളമാണോ? ആരാണ് കള്ളം പറഞ്ഞത്? ഇതിലൂടെ വ്യക്തമാക്കാം. തീയതി ഇവരുണ്ടായിരുന്നത് വയനാടാണ്. ഡിസംബർ 29 തീയതി എൻ്റെ വാർത്ത വന്നതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി കുറച്ച് സാധനങ്ങൾ അവിടെ കൊടുക്കാൻ പോയിട്ട് ഒരു ഫോട്ടോ നാടകവും ഒരു സാക്ഷ്യപത്രവും ഒക്കെ ലഭിച്ചത്. ഇനി ഇതിലും കൂടുതൽ തെളിവുകൾ പുറത്തുവിടാം. മാന്യമായിട്ട് പറയുകയാണ്, റുബീന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, മജീദ് രാജിവെക്കുക. നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണ്. ഇനി എത്ര ഉരുണ്ടാലും നിങ്ങൾ ആ ഒരു പേരുദോഷത്തിൽ നിന്ന് മാറുകയില്ല. മാന്യമായി രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏക വഴി. ഇപ്പോൾ മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ 3 അംഗ സമിതിയൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് അവർക്കും കൂടി കാണുക. ഇതാണ് സംഭവം. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടെ അവസാനിപ്പിക്കുക. നാടകങ്ങളെല്ലാം അവസാനിപ്പിക്കുക. ഇനിയും വെല്ലുവിളി തുടരുകയാണെങ്കിൽ ഇനിയും വാർത്തകൾ വരും. അതുകൊണ്ട് കിട്ടിയത് വാങ്ങിച്ച് മിണ്ടാത്തങ്ങ് ഇരുന്നുള്ളൂ കേട്ടോ.